ഞാൻ ഒന്നും പറയാൻ നിൽക്കില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ഓനെ രാവിലെ തന്നെ ഹവീദും കൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഷെറിൻ്റെ കുട്ടികളെ തടുവാരി പറയുന്നത് തന്നെ കേട്ടോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ 2 മീറ്റിംഗ് വാ, ഇവിടെ കുത്തിയിരിക്കുക നമുക്ക് കേൾക്കാലേ. ജയിൽ DAG പ്രദീപ് സാർ വൈകുന്നേരങ്ങളിൽ അവിടെ വരാറുണ്ട്. ഒരു 5:30-6 മണിക്ക് ശേഷം 6:30 ശേഷം വരാറുണ്ട്. ഷെറിനെ പുറത്തേക്ക് ഇറക്കാറുണ്ട്. ആ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഒരു 1.5-2 മണിക്കൂറിന് ശേഷം തിരികെ വീണ്ടും ഷെറിൻ ഉള്ളിലേക്ക് കയറി വരാം. ഉണ്ടാകാറുള്ളതാ. എവിടെയായിരിക്കും പ്രദീപണ്ണ ഈ ഷെറിനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ടാവുക? എന്തെങ്കിലും ചെസ് കളിക്കാനോ ക്യാരം ബോർഡെല്ലാം കളിച്ചിരിക്കാനായിരിക്കും, അല്ലെങ്കിൽ രണ്ടാൾ സങ്കടം പറഞ്ഞിരിക്കലായിരിക്കും. ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവില്ല, അത് പറഞ്ഞിരിക്കലായിരിക്കും. റിപ്പോർട്ടറെ തിരക്കണ്ട്, അവീതം കേൾക്കാൻ വേണ്ടി നമ്മളെയും കണ്ടി തിരക്കാന്ന് ദിവസം കൂട്ടി പോകൊണ്ടുവന്നു. പക്ഷെ കെയറിങ്ങിൻ്റെ കാര്യത്തിൽ പ്രദീപണ്ണനൊന്നുമല്ല, വേറൊരാളുണ്ട്. ഓരെപ്പറ്റി നമുക്ക് കേൾക്കട്ടെ, കെയറിങ് കേട്ടോ അതിനെ പറ്റിയിട്ട്. ആ സമയത്ത് ഒരു ഗണേശ് ചേട്ടൻ എന്ന് പറയാറുണ്ട്. അപ്പൊ സത്യത്തിൽ ഞാനെന്നൊക്കെ വിചാരിച്ചത് ഒരു തള്ളു പറയുന്നതാന്ന്. ഞങ്ങളെല്ലാവരും അങ്ങനെ ഷെറിൻ കേൾക്കല, ഷെറിൻ നമ്മളോടൊക്കെ പറയുമ്പോൾ ഞങ്ങളത് കേട്ട് ചിരിച്ചിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയും ഷെറിൻ വെറുതെ പൊങ്ങച്ചം പറയാന്ന് പറയാം. നമ്മൾ മന്ത്രി ഗണേശനെ കുറിച്ചിട്ടൊക്കെ ഗണേശ് ചേട്ടൻ എന്ന് പറയുമ്പോൾ ഞാനത് സമ്മതിക്കുകയില്ല. ഗണേശാട്ട അതിനെപ്പറ്റി അങ്ങനെ പറയാൻ സമ്മതിക്കുകയില്ല. ഗണേശാട്ട എല്ലാ സ്ത്രീകളും ഒറ്റ കണ്ണുകൊണ്ടേ കാണും, വൃത്തിയായിട്ട വൃത്തിയുള്ള കണ്ണുണ്ട്. നിങ്ങളെന്താ ചിരിക്കുന്നത് കേൾക്കുമ്പോൾ? നമുക്കെന്താ വേറൊരാളെ പറ്റിയും കൂടി കേൾക്കാം. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. സെല്ലിന്റെ അവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം, ആ ദൂരത്തേക്ക് വെയിലിന്റെ അസ്വസ്ഥത കാരണം അവൾക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കൊട എഴുതി കൊടുത്തു, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട്. ഡോക്ടർ എന്ത് കൊട നൽകിയെന്ന്? കൊടയാന്നല്ലേ? ഡോക്ടർ ആരാന്നറിയില്ലെങ്കിലും ഇതറിഞ്ഞ ഡോക്ടറെ ഭാര്യ എന്തായാലും ഡോക്ടറെ കൊടയും കൊടയെല്ലാം തകർത്തിട്ടുണ്ടാക്കട്ടാ. ഇനിയാണ് നിങ്ങൾ പേര് കേട്ടാൻ ഞെട്ടാൻ പോകുന്നത്. ആ മൂർത്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഇവരെന്നെ പറയും, ഭഗക്കലെ. അന്നത്തെ DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി. അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത്, ടെക്നോളജി ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി, എൻ്റെ പേര് നടപടി എടുക്കുന്നുണ്ട് സാർ അയച്ചു. നമ്മളെ സെന്നണനാന്ന് കണ്ടില്ല, കാക്കിക്കുപ്പായി അയച്ചു വെച്ചിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ്. രാഷ്ട്രീയത്തിലാന്ന് ക്ലച്ചും പിടിക്കുന്നില്ല. ഇതിപ്പോൾ ഈ വാർത്തയും കൂടി വന്നു കഴിഞ്ഞാൽ തീരെ ക്ലച്ചില്ലാണ്ടാവും. പക്ഷേ ഉണ്ടല്ല, ഇതെല്ലാം കേൾക്കുന്ന നമ്മളെ ഗ്രീഷ്മൻ്റെ അവസ്ഥ എന്തായിരിക്കും? കഷായം ഗ്രീഷ്മ രക്ഷപ്പെടാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ തേടുന്നുണ്ടാവും. മതി, ഇതെല്ലാം കേട്ടത് പോയി പണിയെടുക്ക്. ഞാനും പണിക്ക് പോയി. എന്നാൽ പിന്നെ ശരി.